UK-യിൽ മെനിഞ്ചൈറ്റിസ് രോഗം പടരുന്നു, 2 പേരും മരണപ്പെട്ടു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടൊരു വാർത്തയാണ്. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണിത്. ഇപ്പോൾ UK-യിൽ കെന്റ് എന്ന സ്ഥലത്താണ് ഈ ഒരു രോഗം ഇപ്പോൾ ഔട്ട് ബ്രേക്ക് ആയിരിക്കുന്നത്. 2 പേര് ഓൾറെഡി മരണപ്പെട്ടു, 13ഓളം ആളുകൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അസുഖം ബാധിച്ച് മരിച്ചവരിൽ ഒരാൾ യൂണിവേഴ്സിറ്റി ഓഫ് കെന്റിലെ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ 30,000-ത്തോളം മുകളിൽ വരുന്ന സ്റ്റുഡൻസിനെയും സ്റ്റാഫിനെയും UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതോറിറ്റീസ് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഔട്ട് ബ്രേക്കിനെ കുറിച്ച് മീഡിയസ് പറയുന്ന കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേത്, ഈ അസുഖം വന്ന് മരിച്ച 2 പേർ ഉൾപ്പെടെ ഈ അസുഖം സ്ഥിരീകരിച്ച എല്ലാ ആളുകളും സ്റ്റുഡൻസ് ആണ്, ടീനേജേഴ്സ് ആണ്. രണ്ടാമത്തേത്, അവിടുത്തെ ഒരു നൈറ്റ് ക്ലബിന്റെ പേരാണ്. അപ്പോൾ ഈ നൈറ്റ് ക്ലബ്ബിൽ പാർട്ടിക്ക് പോയ ആളുകൾക്കാണ് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ആ പാർട്ടിയിൽ പങ്കെടുത്ത, ആ ഒരു ക്ലബ്ബിൽ പാർട്ടിയിൽ പങ്കെടുത്ത 100ഓളം ആളുകളുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് ഹാജരാവണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അസുഖം ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അമ്മ റിപ്പോർട്ട് ചെയ്തത് തന്റെ മകൾ ആ നൈറ്റ് ക്ലബ്ബിൽ പാർട്ടിക്ക് പോയിരുന്നതും അതുപോലെ തന്നെ വെയ്പ്പ് ഷെയർ ചെയ്ത് വലിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം മെനിഞ്ചൈറ്റിസ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. കഫിലൂടെയും സ്നീസിലൂടെയും ക്ലോസ് കോൺടാക്റ്റിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയ്പ്പ് ഷെയർ ചെയ്ത് വലിച്ചതുകൊണ്ടാണ് തന്റെ മകൾക്ക് ഈ അസുഖം വന്നത് എന്നാണ് ആ കുട്ടിയുടെ അമ്മ പറയുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതോറിറ്റീസ് ഒരുപാട് വാക്സിനേഷൻ സെന്റേഴ്സ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ വാക്സിൻ എടുക്കാനുള്ള ആളുകളിൽ നീണ്ട ക്യൂ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതോറിറ്റി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് കെന്റ് എന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്തേക്കൊന്നും ഇത് സ്പ്രെഡ് ആയിട്ടില്ല. സോ ഇതൊരു നേഷൻ വൈഡ് ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയ ത്രെട്ടായിട്ട് കാണേണ്ട എന്നാണ് അവർ പറയുന്നത്.